നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും 12 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള കുമ്പളങ്ങി വില്ലേജിലേക്കാണ്, മോഡൽ വില്ലേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് കുമ്പളങ്ങിയിലെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ കുമ്പളങ്ങി ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈക്കോ ടൂറിസം ഗ്രാമം ആയി പ്രഖ്യാപിച്ചത് ഈ കുമ്പളങ്ങിയാണ്. കൂടാതെ 2003 കേരളം ഇതിനെ ഒരു മോഡൽ വില്ലേജായും പ്രഖ്യാപിച്ചു. ഈ ഏരിയയിലെ ആൾക്കാരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. നമുക്ക് ഈ കാണുന്ന പോലെ ചീനവലകളും ഒക്കെ വെച്ചിട്ടുള്ളൊരു മത്സ്യബന്ധനം. അത് കൂടാതെ നമുക്ക് മുമ്പ് ആലപ്പുഴയൊക്കെ മാത്രം കണ്ടിരുന്നതാണ് ഈ കയറ് പിരിക്കുക എന്നൊക്കെ പറയത്തില്ല, സ്ത്രീകൾ രാവിലെ കയറ് പിരിക്കുക, ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ പുരുഷന്മാർ കള്ളുചെത്ത് ഉണ്ട് ഇവിടെ. അതൊരു പ്രധാന വരുമാന മാർഗ്ഗമാണ്. രാവിലെയും വൈകുന്നേരത്തും കള്ള് ചെത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ഒരു ട്രാവൽ പാക്കേജ് എടുക്കുമ്പോൾ, ഇപ്പോൾ വിദേശികൾക്ക് ഒരു ട്രാവൽ പാക്കേജ് എടുക്കുമ്പോഴത്തേക്ക് അതിനോടൊപ്പം ഉള്ളൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ കുമ്പളങ്ങി എന്ന് പറയുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ടു, കോച്ചിൽ അവരെ കൊണ്ടുവരുന്നു, അവിടെ ഇറക്കുന്നു. അവിടെ ധാരാളം ഓട്ടോറിക്ഷകളുണ്ട്. ആ ഓട്ടോറിക്ഷകളിൽ കയറ്റി ഈ ഫോറിനേഴ്സിനെ എല്ലാം ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കണ്ടു. നമ്മൾ ഏതായാലും അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം നേരിട്ട് കണ്ട് അനുഭവിക്കുകയും ചെയ്യാം. നമ്മൾ കുമ്പളങ്ങി ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ ഈ പാലത്തിൻ്റെ ലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു ഓപ്പൺ ജിം കണ്ട്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ടിൽ നിന്ന് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് ജിമ്മിൽ പോയി കാശ് കളയേണ്ട കാര്യമില്ല. ഇത് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് ഓപ്പൺ ജിമ്മാണ്. എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെഗിനുള്ള എക്സസൈസ് ചെയ്യാം, മസിൽസിനുള്ള ചെയ്യാം, ഹിപ്പിനുള്ള ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം.
ഇതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇത് മാത്രമല്ല വേറൊന്ന് മനസ്സിലായത്, ഇവർക്കിവിടെ വന്ന് റേഡിയോയും പാട്ടും ഒക്കെ കേട്ട് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കുമ്പളങ്ങി ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് വന്ന് ഇതെല്ലാം ആസ്വദിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇവിടെ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത്രയും നാച്ചുറലായിട്ട് ഈ കാഴ്ചകളും കണ്ടു ചെയ്യുമ്പോൾ മനസ്സിനും ഒരു എക്സർസൈസ് കിട്ടും, ശരീരത്തിനും കിട്ടും എന്നുള്ളതാണ് ഈ ഓപ്പൺ ജിമ്മിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തുകൊണ്ടാണ് ഈ ടൂറിസ്റ്റുകൾ ബസ്സിൽ വന്ന് അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് വരുന്നു എന്ന് പറയുന്നത്? ചെറിയ നാരോ റോഡുകളാണ്, അതിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. മറ്റൊരു കാര്യം ഈ യാത്രയിൽ തോന്നിയതെന്ന് വെച്ചാൽ, നമ്മൾ പല സ്ഥലത്തും ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ തുരുത്തുകളിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മൾ വരുമ്പോഴെല്ലാം വീടുകളെല്ലാം കുറച്ചുകൂടെ വലുതാണ്, എല്ലാം കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വലിയ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രാമീണ ഭംഗി അതേപോലെ സൂക്ഷിക്കുന്നു. നമ്മൾ വരുന്ന വഴി കയറിടുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. കൂടാതെ എല്ലാ വീടുകളിലും, ഒട്ടുമിക്ക വീടുകളിലും ഹോം സ്റ്റേ ബോർഡ് കണ്ടു. അത് ഇവിടെ അവരുടെ മറ്റൊരു ജീവന ഉപാധി ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഒട്ടുമിക്ക വീടുകളിലും അവരിങ്ങനെ ഹോം സ്റ്റേ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അത് കൂടാതെ വലിയ വലിയ റിസോർട്ടുകളും കണ്ടു ഇപ്പോൾ ഇവിടെ. കാരണം ടൂറിസം ശരിക്കും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുമ്പളങ്ങി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷം ആവണം ഇത്രത്തോളം ഈ സ്ഥലം പോപ്പുലറായതും. ഇവിടെ നമ്മൾ വന്നത് തന്നെ, ഇവിടെ നമുക്ക് ഈ കാണുന്ന ചീനവലകളില്ലേ, ഈ ചീനവലകൾ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ ചീനവലകളെന്ന് പറയുമ്പോൾ കരയോട് ചേർന്നാണ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ചെറിയ വള്ളങ്ങളുണ്ട്, ഇതിൽ പോയി അവിടെ നിന്ന് മീൻ പിടിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ കരിമീൻ വളരെ പോപ്പുലറാണ്. ഈ കുമ്പളങ്ങിയിൽ വന്നാൽ കരിമീൻ ടേസ്റ്റ് ചെയ്യാതെ പോകരുതെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതായാലും തിരിച്ചു പോകുമ്പോൾ നോക്കാം, ഇതൊക്കെ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്നും കൂടെ നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പീസ് ഫീൽ ചെയ്യും. മാത്രമല്ല വളരെ ക്വയറ്റാണ്, നമുക്ക് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇപ്പോൾ തൽക്കാലം അവിടെ പണി നടക്കുന്ന ആൾക്കാരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഈ റിസോർട്ടുകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാവുന്നൊരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ കൊച്ചിയിൽ താമസിച്ചാലും ഇവിടെ വന്ന് പോകാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും നല്ല റിസോർട്ടുകൾ ഈ കുമ്പളങ്ങിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. ഞങ്ങൾ കുമ്പളങ്ങിയിലെ ഇടവഴികളിലൂടെ ഇങ്ങനെ പോയപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂറിസം നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് പ്രൈവറ്റായിട്ട്, എനിക്ക് തോന്നുന്നൊരു അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു.
പുള്ളി ഇവിടെ, അതായത് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ഗ്രാമീണ ഭംഗിയിൽ നിങ്ങൾക്കെല്ലാം ഗ്രാമത്തിൽ കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ ഈ കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് ചെമ്മീൻ വളർത്തൽ കേന്ദ്രം, ബോട്ടിന് പോകണമെങ്കിൽ അത്, ഇത് ചീനവല, പിന്നെ നമ്മൾ തൊണ്ട് കൊവുത്ത് അടിക്കുന്നത്, അവിടെ നിന്ന് ചകിരി എടുക്കുന്നത്, എന്നിട്ട് അതെങ്ങനെയാണ് കയറാക്കുന്നത്, ഇതെല്ലാം നമ്മളിവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത് ശരിക്കും ഒരു ടൂറിസം പ്രൊമോഷൻ കൂടിയാണ്. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് പല പല സ്ഥലങ്ങളിൽ പോയി കാണേണ്ട ഇത് എന്താണോ ഈ വില്ലേജിൽ മൊത്തമായിട്ടുള്ളത് പുള്ളി കറക്റ്റ്, അതായത് അത്രയും നല്ല ബ്രെയിനോടുകൂടി ടൂറിസം ഡെവലപ്പ് ചെയ്യുകയും എല്ലാ വിദേശികളും നമുക്ക് കാണാവുന്ന പോലെ ഇവിടെ വന്നിട്ട് പോകുന്നു. കള്ള് ചെത്തുന്ന കാണിച്ചു കൊടുക്കും, അവിടെ നിന്ന് എടുത്തിട്ട് കള്ളും കൂടെ കുറച്ച് ടേസ്റ്റ് ചെയ്യാനും കൂടെ കൊടുക്കും. എന്നിരുന്നാലും ഒറ്റയ്ക്ക് ഒരാളുടെ ഐഡിയ ആണെങ്കിൽ ഇത് ഗംഭീരമാണ്. നമുക്ക് ഏതായാലും ഈ കൂട്ടത്തിൽ പല പല സ്ഥലങ്ങളിൽ പോകണ്ടല്ലോ, ഇവിടെ എന്തെല്ലാം കാണാൻ പറ്റുമെന്നുള്ളത് നമുക്കിവിടെ മെല്ലെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇതെല്ലാം കൂടെ ഒന്ന് കാണുകയും ചെയ്യാം. അതാണ് ഈ ഗ്രാമത്തിൽ ചുറ്റി നടന്നാൽ കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കക്കയാണല്ലേ? കക്ക ചൂടാക്കി ഉണ്ട് വരുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇറച്ചി അതിനകത്ത് പോകും. ആ ഇറച്ചി ഉപയോഗിക്കുമല്ലേ നമുക്ക് കറിക്ക് ഉപയോഗിക്കാമല്ലേ? ഇവിടെ കറി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ ഷോയ്ക്ക് മാത്രമല്ല, നമുക്കത് ഉപയോഗിക്കാനും ചെയ്യാം. എന്നിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതെന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഈ തോട് കുമ്മായം ഉണ്ടാക്കും. അപ്പോൾ ഇതൊന്നും കളയുന്നില്ല, നമ്മൾ അത് കഴിക്കുന്നു, ഇതിനെ കുമ്മായം ഉണ്ടാക്കുന്നു, നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അവിടെ ചീനവലയാണ്. അത് ഇടുന്നതാണ്. ഓക്കെ. മുമ്പ് കാലങ്ങളിൽ സ്ത്രീകളുടെ ഒരു പ്രധാന ജോലിയായിരുന്നത് വീട്ടിലല്ലേ? വീട്ടിൽ വരുമ്പോഴത്തേക്ക് അരി ഇടിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ജോലി. ഇതും ഉണ്ട്, പിന്നെ അരയ്ക്കുന്നത് അല്ലേ? മീനും കറിക്കൊക്കെ അരയ്ക്കുന്നതും അരി ഇടിക്കുന്നതാണ് കുറേ. പിന്നെ അരി ആട്ടലും ഉണ്ടായിരുന്നു. ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഈ കല്ലിലുള്ള പ്രയോഗം. അരി ഇടിക്കുന്നത് ഇത് എത്ര സമയം എടുക്കും ഇടിച്ച്? 1 മണിക്കൂർ വെള്ളത്തിയിട്ട അരി ഇതിലിട്ട് കഴിഞ്ഞാൽ എത്ര നേരം ഇടിക്കേണ്ടി വരും? 5 മിനിറ്റ് ഇടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ഇടിച്ചു തരാം, കുറച്ചിട്ടാൽ മതി. അരി ഇട്ടു, നമ്മളിനി ഇടിക്കണം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 2 പേര് 3 പേര് നിന്നിടിക്കും. ഇങ്ങനെ മാറി നിന്നിട്ട് ഇതേ ഇടി തന്നെ ഇങ്ങനെ പൊക്കിയിട്ട്, അല്ല, 3 ഈ കമ്പ് വെച്ചിട്ട്
അവർ ആ ടൈമിങ് കാണണമായിരുന്നു. ഒരാളിങ്ങനെ പൊക്കുന്ന സമയത്ത് മറ്റൊരു ഇടിച്ചിരിക്കും, ഇതിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും. 2-3 പേര് 4 ടൈം എന്നിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നതും ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് ഇപ്പോഴല്ലേ പുരുഷന്മാരും കൂടെയൊക്കെ സഹായിച്ചു തുടങ്ങിയത്. മുമ്പ് സ്ത്രീകൾ മാത്രമല്ലായിരുന്നു ഇത് അരി ഇടിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ മോട്ടറൈസ് ആയതിനു ശേഷം എളുപ്പമായി. അപ്പോൾ ഇത് ഇടിച്ച പുട്ട് ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി ഇടിച്ച പുട്ട് കഴിച്ചാൽ നല്ല പുട്ട് കിട്ടും. ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഈ കയറ് പിരിക്കുക എന്നൊക്കെ. മുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ആലപ്പുഴ, ചിറയൻകീഴ്, കല്ലമ്പലം ആ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കയറ് പിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എങ്ങും ഒന്നുമില്ല. ഇപ്പോൾ ഇതൊരു വ്യവസായമായിട്ട് നടത്താൻ പറ്റത്തില്ലല്ലേ? ഇപ്പോൾ എല്ലാം പറ്റും. ഓക്കെ, ചെയ്യാനായിട്ട് ഗവൺമെന്റ് അത് ഏറ്റെടുത്തൊക്കെ നടത്തണം. ഓ, ഇതിപ്പോ ചെയ്യാനും മുതലാളിമാരാണ് ഇവിടെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതെ സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒറ്റക്ക് ഒരു ചൈര് കൊണ്ടുവന്ന് അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല നമ്മളെ കൊണ്ട്. ആരെങ്കിലും ചൈര് കൊണ്ടുവന്ന് തന്നെ ഇവിടെ എന്നിട്ട് പിന്നെ നമ്മൾ അത് കയറാക്കി കഴിയുമ്പോൾ കയർ കൊണ്ടുപോയി അവർ വിൽക്കുകയും വേണം മാർക്കറ്റിൽ. അത് വേണം. ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു മുമ്പ്, അതിപ്പോ ഇല്ല. ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യുമായിരുന്നു. നല്ല വരുമാനമുള്ള പൈസ മൊത്തം എല്ലാരും അത് ചെയ്തുകൊണ്ടിരുന്നു. ഉപജീവനമാർഗം വേറെ ഒന്നുമില്ല ഞമ്മളെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കയറും. എല്ലാരും ആണുങ്ങൾ പോലും അതാണ് ചെയ്തു. കയറും കള്ളും തൊണ്ടും ഇല്ല. അല്ല, കള്ള് ചെത്തുമല്ലോ, ഷാപ്പിലേക്ക് പോകും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പൊ എല്ലാരും പഠിച്ച് എല്ലായിടത്തും വെളിയിൽ പോകും. അന്ന് നമ്മൾ സ്കൂളിൽ പോണതിന് മുമ്പ് ഇത് ചെയ്യാണ്ട് നമ്മളെ വിടൂല്ല. സ്കൂളിൽ പോകുന്ന മുമ്പ് കുറച്ച് ഇത് ചെയ്തിട്ടാണ് വീട്ടിൽ നമ്മ ഇത് കുറച്ചെങ്കിലും ചെയ്തെങ്കിലേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലുള്ളവർ ബാക്കിയുള്ള സമയത്ത് പിള്ളേരെ കൊണ്ട് കൂടി ജോലി ചെയ്യിപ്പിച്ചെങ്കിൽ അത് ജീവിക്കാനും പറ്റുള്ളൂ. സ്കൂൾ പൂട്ടി വന്നാല പിന്നെയും ചെയ്യും. അമ്മക്കായിരിക്കും ഇതെല്ലാം കൂടുതൽ അറിയാവുന്നല്ലേ? അന്ന് ഈ കുമ്പളങ്ങി എങ്ങനെയായിരുന്നു ഒരു സമയത്ത്? പച്ചക്കിഴങ്ങും ഉണക്കക്കിഴങ്ങൊക്കെ കൊണ്ട് ജീവിച്ചതാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം ആ പാലമൊക്കെ വന്നതിന് ശേഷമായിരിക്കും അല്ലേ? പാലം അതിന് മുമ്പുണ്ട്. മെച്ചപ്പെട്ടു പാലം വന്നതിന് ശേഷം എന്തോരം മെച്ചപ്പെട്ടു. പിന്നെ പുറത്തേക്ക് ജോലിക്ക് പോകാൻ തുടങ്ങി ആണുങ്ങളൊക്കെ. ആണുങ്ങൾ മുമ്പ് വേറെ ജോലിയില്ല ആണുങ്ങൾക്ക്. പിന്നെ ആണുങ്ങൾ പുറത്തേക്ക് പോയി പല പണികളിൽ അവർ ഏർപ്പെടാൻ തുടങ്ങി. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നേരത്തെയൊക്കെ ആളുകൾക്ക് നല്ല നല്ല പണിയൊന്നും ഇല്ലാഞ്ഞല്ലേ. അങ്ങനെയല്ല, ജോലിക്കാരായല്ലോ. ഇപ്പൊ എല്ലാരും ജോലി ഒന്നുമില്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. എറണാകുളത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നുണ്ട്. പെണ്ണുങ്ങളും പോകും. അങ്ങനെയല്ലല്ലോ. ശരിക്കും ആ പരമ്പരാഗതമായിട്ട് എന്താണ് ചെയ്തിരുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിപ്പോ ചമ്മന്തി അരച്ചതാണ് അല്ലേ? ഇതിൽ എന്തൊക്കെ ഇട്ട്? തേങ്ങ, മാങ്ങയുണ്ടല്ലേ? ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഉപ്പും കൂടെ തേങ്ങായും കൂടെ ഇട്ട് അരച്ച് നമ്മളെ മിക്സിയിലിട്ട ഈ ഒരു ടേസ്റ്റ് വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഇതിനൊരു ഭയങ്കര ടേസ്റ്റാണ്. ഈ മാങ്ങയും കൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ടല്ലേ മാങ്ങ ടേസ്റ്റ്. ഇത് മൊത്തം നമ്മൾ തന്നെ കഴിക്കാം ഇല്ലേ? ഈ അരച്ചെടുക്കുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് തേങ്ങയുടെ റിയൽ ഓയിൽ നമുക്ക് ഇതിനോട് മിക്സ് ചെയ്ത് കിട്ടുന്നു. മറ്റേ മിക്സിയിലടിക്കുമ്പോൾ ഒരു പക്ഷേ അത് കിട്ടുന്നില്ലായിരിക്കും അല്ലേ? ഇത് ഇങ്ങനെ ഉരയ്ക്കുന്നതുകൊണ്ടായിരിക്കും. കൊള്ളാം. ഏതായാലും കുമ്പളങ്ങിയിൽ വന്നപ്പോഴത്തേക്ക് നാടനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് നമ്മളെ പഴയ ഓല മടയുന്നതാണല്ലേ?
പണ്ട് വെയില് കെട്ടല് വേലികെട്ടലും അല്ല പെരകെട്ടലൊക്കെ ഇതിലല്ലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ 2 ലെയർ വെച്ചിട്ട് ആണ് കെട്ടിക്കൊണ്ടിരുന്നത് മുമ്പ്. ഒരു വർഷം നിൽക്കും, ഒരു വർഷം. ആ, ഒരു വർഷം കഴിഞ്ഞ് നല്ല ആൾക്കാരൊക്കെ 1.5 വർഷം 2 വർഷമൊക്കെ ഓടിക്കും. അപ്പോഴത്തേക്ക് ചോരും, ചോരാൻ തുടങ്ങുമ്പോ ചോരാൻ തുടങ്ങുമ്പോൾ മാറ്റമുണ്ടല്ലേ. ഇപ്പം ഇങ്ങനത്തെ വീടുകളില്ലല്ലോ ഇവിടെ. ഇല്ല, അങ്ങനെയില്ല. നിങ്ങൾ എങ്ങനെ പഠിച്ചു പിന്നെ ഇത് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മ വീട്ടിൽ വെയില് കെട്ടുമായിരുന്നു. ഓ, വേലി കെട്ടാനായിട്ട്. ഓർമ്മയിൽ വീട്ടിൽ ഓടിട്ട വീടാണ്. ഓ, അപ്പൊ ആ വെയില് കെട്ടുമ്പോ ഞങ്ങൾ 10 സെന്റ് സ്ഥലത്ത് ചുറ്റിന് ഇങ്ങനെ വെയില് കെട്ടാൻ. ഓ, അപ്പൊ അമ്മ ഇരുന്ന് ഓല മുടയും. അപ്പൊ എന്നാ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇത് പാകിത്താന്ന് പറയും. ഓ, ഓക്കെ. അങ്ങനെ പഠിപ്പിച്ചു തന്നതാ. ഓ, അങ്ങനെ പാകി മുടച്ചില്. ഓ, പഠിച്ചു അല്ലേ. പിന്നെ വെയിലൊക്കെ പോയി മതലായല്ല. ഓ, ഇപ്പൊ എല്ലാം മതിലായി. പിന്നെ ഓടെല്ലാം പോയി വാർപ്പായി അല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പോഴും മതലൊക്കെ. പിന്നെ ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞു ഒന്ന് ഓല മുടയുവാന്ന് ചോദിച്ചപ്പോ ഞാൻ വീട്ടിലൊന്ന് ചെയ്തു. ചെറുപ്പത്തിൽ ഓർമ്മ വെച്ചിട്ട് ചെയ്തു നോക്കിയതാണ്. നോക്കിയപ്പോ സൂപ്പറായി. ഓ, എല്ലാരും പറയും നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ഭംഗിയായിരിക്കും, കാണുമ്പോൾ തന്നെ അറിയാലോ. നല്ല നീറ്റായിട്ട് പോയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വെരി നൈസ് കേട്ടോ. ഇതിപ്പോൾ ഓരോ ഇത് എടുക്കുമ്പോൾ ചെന്നൊന്ന് ഒടിച്ചിട്ടാണ്, ചെറുതൊന്ന് ഒടിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അതൊരു സ്കില്ലാണ്. എന്നാലേ അത് ബലം കിട്ടാത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടെ വെക്കുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളം താഴോട്ട് പോകത്തില്ല, ഇതിൽ കൂടെ വന്ന് ഇങ്ങനെ പോകും, ഒഴുകിപ്പോവും. ഓക്കെ. അപ്പോൾ ഇത് അന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നോണ്ടേ അല്ല, ഇത് ഈ ഒരു തലമുറ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരും കാണത്തില്ല. അതേതായാലും നന്നായി. പേരെന്താ പറയുക? ബിന്നി. ഓക്കെ. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. ഓക്കെ. എന്താ പേരെന്താ? അന്ന. ഇതൊക്കെ ഞങ്ങൾ കൊച്ചിലേ ഉണ്ടാക്കി കളിച്ച സാധനങ്ങളാണ്. അത് നിങ്ങൾ ഇതുവരെ മറന്നിട്ടില്ലേ. ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ണാടി വെച്ചിരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊച്ചിലെ ഇത് നമ്മൾ വെള്ളക്ക വെച്ചിട്ട് നമ്മളിത് ആട്ടുമായിരുന്നു. ഉണ്ടോ? ഇതൊക്കെയായിരുന്നു നമ്മൾ അന്നത്തെ ടോയ്സ്. കുട്ടിക്കാലത്ത് അല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണിത്. നമ്മൾ തന്നെ പണ്ടത്തെ വണ്ടി ഓടിക്കുന്നതാണ് നമ്മളിത്. ഇപ്പോൾ ആൾക്കാരെല്ലാം റിമോട്ടിൽ കാർ ഓടിക്കും. ഞങ്ങൾ പണ്ട് 2 വെള്ളക്ക എടുത്ത് അപ്പുറം ഇപ്പുറം വെച്ച് ഒരു കമ്പും വെച്ചിട്ട് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വലിച്ചുകൊണ്ട് ഓടും. പിന്നെ സൈക്കിളിൻ്റെ പഴയ ടയർ കിട്ടിയിട്ട് അത് അടിച്ചുകൊണ്ട് ഓടും. പിന്നെ ഇത് കൊണ്ട് ഓടും. ഇതൊക്കെയായിരുന്നു നമ്മളുടെ എക്സസൈസ്. ഇങ്ങനെ ഒരു പോകുമ്പോൾ ഇത് കറങ്ങും. ഇത് ഉണ്ടാക്കാത്തവരുണ്ടാവും. ഉള്ളവരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ പാമ്പെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊണ്ട് കളിപ്പിക്കുന്ന സാധനമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കാത്തവരാരും കാണത്തില്ല. ഏതായാലും നമ്മളെ പ്രായത്തിൽ ഉള്ളവർ, ഈ പുതിയ ആൾക്കാർ നമുക്കറിയത്തില്ല. ഇതാണ് ഹാർട്ട്. ഇത് ഒറിജിനൽ ഹാർട്ടാണ്. മറ്റേ ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കാണ്. ഇതെല്ലാം ഇതിൽ നിന്നുണ്ടാക്കി. ഇതാണ് വാലൻറ്റൈൻ ഡേയ്സ് പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് വാലൻറ്റൈൻ ഡേ ഒന്നും ഇല്ല, എന്നാലും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഇങ്ങനെ ഉണ്ടാക്കിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുണ്ടാക്കാത്ത ഏതെങ്കിലും ആൺപിള്ളേരുണ്ടാവും. ഇതായിരുന്നു നമ്മൾ വെച്ച് കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് പന്തൊന്നും ഇല്ലല്ലോ, ബോളൊന്നും കിട്ടാതെ ഇതാണ് നമ്മൾ ബോൾ ഉണ്ടാക്കി. ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാച്ച് ഉണ്ടാക്കുമായിരുന്നു. അതാണ് ഉണ്ടാക്കുന്നില്ലേ, വാച്ച്. വാച്ച് ഇങ്ങനെ കെട്ടാം, വാച്ച് ഉണ്ടാക്കും. അന്നത്തെ നമ്മളെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചാണിത്. സ്കൂളിലൊക്കെ പോകുമ്പോൾ വാച്ചും കെട്ടിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കുറച്ച് മോഡേണാണ്. ഇതൊന്നും ഉണ്ടാക്കാനുള്ള സ്കില്ല് നമുക്കന്ന് ഇല്ലായിരുന്നു. ഏതായാലും ഇത് അമ്പലത്തിൽ പോകുമ്പോൾ പൂ കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ മോഡേൺ ഇല്ലേ, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. ഈ കുമ്പളങ്ങിയിൽ ജനിച്ചു വളർന്നതാണോ? കല്യാണം കഴിച്ചു വന്നതാണ്. അപ്പോൾ പലർക്കും പറയാറുണ്ട്, ഇപ്പോൾ അവിടെ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് വന്ന് താമസം ആദ്യമായിട്ട് വരുമ്പോൾ എന്താ ഫീൽ ചെയ്തത്? ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഒറ്റപ്പെട്ട കുറേ ഇങ്ങനെ വീടുകളാണ്, അകന്നാണ് വീടുകൾ. എൻ്റെ
വീടെന്ന് വെച്ചാൽ പറ്റിയ വീടാണ്. അതെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതാണ് ഇഷ്ടം. ഇതാ കറക്റ്റ്. കുറേ ആദ്യം വരുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവും, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ അങ്ങ് അഡോപ്റ്റ് ആവും. അവിടെ നിന്നതിനേലും കൂടുതൽ ഇപ്പൊ ഇവിടെ ഇല്ലേ. അതെ. അപ്പോൾ കുമ്പളങ്ങിയുടെ മരുമകളാണ്. അതെ. ഇപ്പം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഇത്രയും ഇത് നമ്മൾ കൊച്ചിലെ ഉണ്ടാക്കിയ ഇതൊക്കെ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ, താങ്ക് യു. ജനറലി നമ്മൾ കണ്ടതെല്ലാം തെങ്ങിനെയും ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. തെങ്ങ്, തേങ്ങ, ഓല, കരിക്ക്, തൊണ്ട്, അതിൽ നിന്നുണ്ടാക്കുന്ന കയറ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമാണ് കുമ്പളങ്ങിയിൽ മെജോറിറ്റി ആൾക്കാരും ജീവിത ഉപാധിയായി ഉപയോഗിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഓഫ് കോഴ്സ് ഫിഷിങ് ഒരു പ്രധാന വരുമാന മാർഗമാണ്. എന്നിരുന്നാലും അങ്ങനെയാണ് മനസ്സിലായത്. കുമ്പളങ്ങിയിലെ ഗ്രാമീണ ഭംഗി അതിമനോഹരമായിരുന്നു. മാത്രവുമല്ല, മുമ്പുള്ള നമ്മളുടെ എല്ലാ പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് കുമ്പളങ്ങിയുടെ മറ്റൊരു പ്രത്യേകത. ഏതായാലും ഇവിടെ വരുമ്പോൾ എല്ലാവരും കുമ്പളങ്ങിയിൽ വന്ന് ഇതിൻ്റെ പ്രകൃതി ഭംഗിയും ഗ്രാമീണ ഭംഗിയും ആസ്വദിക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കേരളത്തിൻ്റെ മറ്റൊരു സ്ഥലത്തെ വിശേഷവുമായി കാണും വരെ നന്ദി, നമസ്കാരം.